പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി അവിടുത്തെ പൂജാവിധികളെല്ലാം വളരെ ഭംഗിയായി നടത്തുമായിരുന്നു. എല്ലാവർക്കും തിരുമേനിയെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായി വന്ന് ക്ഷേത്രനട തുറന്ന് കുറച്ചു നേരം കണ്ണന്റെ നിർമാല്യം കൺകുളിർക്കെ കണ്ടു. പിന്നീട് തിരുമേനി കണ്ണന്റെ പൂമേനിയിലെ നിർമാല്യങ്ങളെല്ലാം ഓരോന്നായി മാറ്റാൻ തുടങ്ങി. അതുകഴിഞ്ഞ് കണ്ണന്റെ പൊന്മേനിയിൽ ഇനി എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കി. അവിടെ ഇവിടെയായി കളഭവും പൂക്കളും ഒക്കെ ഇനിയുമുണ്ട്. അവയെല്ലാം വളരെ ശ്രദ്ധയോടെ തിരുമേനി എടുത്തു മാറ്റുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ണന്റെ കവിളിൽ ഒരു പൂവിരിക്കുന്നു. തിരുമേനി അത് കണ്ണന്റെ കവിളിൽ നിന്നും അടർത്തിയെടുക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് കിട്ടണില്ല. പലതവണ എടുക്കാൻ ശ്രമിച്ചിട്ടും അത് കണ്ണന്റെ ആ സുന്ദര മുഖത്ത് നിന്നും അടർന്നു വരുന്നുണ്ടായിരുന്നില്ല. അവസാനം തിരുമേനി കുറച്ച് തീർത്ഥമെടുത്ത് കണ്ണന്റെ മുഖത്ത് തളിക്കുകയും ആ കുസൃതി നിറഞ്ഞ മുഖത്തൊട്ടിപ്പിടിച്ചിരിക്കുന്ന ആ പൂവ് നുള്ളിയെടുക്കുകയും ചെയ്തു. അങ്ങനെ തിരുമേനി മറ്റു പൂജകളെല്ലാം കഴിഞ്ഞ് കണ്ണനെ ഭംഗിയായി അണിയിച്ചൊരുക്കി. ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ഒരു ചെറിയ ക്ഷീണം തോന്നി. അദ്ദേഹം വിശ്രമിക്കാൻ പോയി. അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വേദന തോന്നുകയാണ്. പിന്നീട് ആ വേദന കൂടി വന്നു. അദ്ദേഹം അവിടെ ഇരുന്ന ഒരു ലേപനമെടുത്ത് കയ്യിൽ പുരട്ടി നോക്കി. പക്ഷേ വേദന മാറുന്നില്ല. അപ്പോഴാണ് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ അവിടേക്ക് വന്നത്. മുത്തശ്ശൻ എപ്പോഴും ഗുരുവായൂരിൽ തൊഴാൻ വരാറുണ്ട്. തിരുമേനിയുടെ കൈക്ക് വേദനയാണെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ കൈ പരിശോധിച്ചു. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. വേദന പക്ഷേ കൂടി വരുന്നു. അങ്ങനെ മുത്തശ്ശൻ തിരുമേനിക്ക് കയ്യിൽ പുരട്ടാൻ ഒരു ലേപനം കൊടുക്കുകയും ഇത് പുരട്ടിയാൽ എല്ലാ വേദനയും മാറുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ മേൽശാന്തി വിശ്രമിക്കുമ്പോൾ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ തിരുമേനി ഒരു കാൽത്തളനാദം കേട്ടു. തല ഉയർത്തി നോക്കി. ആരെയും കണ്ടില്ല. അദ്ദേഹം വീണ്ടും കിടന്നു. അപ്പോഴും അതേ ശബ്ദം. വീണ്ടും നോക്കി. ആരെയും കാണുന്നില്ല. തിരുമേനി ചോദിച്ചു, ആരാണ്? ചോദിക്കേണ്ട താമസം മറുപടി വന്നു, ഞാനാണ്. എന്തൊരു മനോഹരമായ ശബ്ദം! ഇതുവരെ ഇത്ര മനോഹരമായ ശബ്ദം അദ്ദേഹം കേട്ടിട്ടേയില്ല. വീണ്ടും തിരുമേനി ചോദിച്ചു, ആരാണ്? ആ മനോഹരമായ ശബ്ദത്തിൽ നിന്നും മറുപടി വന്നു, ഞാൻ തന്നെയാണ് മേൽശാന്തി. ഇപ്പോൾ കയ്യിലെ വേദന എങ്ങനെയുണ്ട്? അപ്പോൾ തിരുമേനി മനസ്സിൽ വിചാരിച്ചു, എന്റെ കയ്യിലെ വേദനയുടെ കാര്യം അറിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്നിരിക്കുന്നത് ആരാണ്? തിരുമേനി വീണ്ടും ചോദിച്ചു, എനിക്ക് എഴുന്നേറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്ന് എന്റെ സുഖവിവരം അന്വേഷിക്കുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ വീണ്ടും ആ മനോഹര ശബ്ദത്തിൽ നിന്നും മറുപടി എത്തി, ഇത് ഞാനാണ് തിരുമേനി, അങ്ങയുടെ സ്വന്തം കണ്ണൻ. എന്ന് പറഞ്ഞു തീരും മുമ്പേ മേൽശാന്തിയുടെ മുൻപിലേക്ക് ഉണ്ണിക്കണ്ണൻ, നമ്മുടെ ബാലഗോപാലൻ, ആ വെണ്ണക്കണ്ണൻ, ഓടക്കുഴലൊക്കെ അരകിൽ തിരുകി 2 കൈകളും പിന്നിൽ കെട്ടി ചിരിച്ചുകൊണ്ടുവന്ന് തിരുമേനിയോട് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് മേൽശാന്തി കയ്യിലെ വേദന? തിരുമേനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണൻ എന്റെ അടുത്ത് വന്ന് നിന്ന് എന്നോട് ചോദിക്കുന്നു എന്റെ കയ്യിലെ വേദന എങ്ങനെയുണ്ടെന്ന്. തിരുമേനി സന്തോഷം കൊണ്ട് കരഞ്ഞു. കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ധാരധാരയായി ഒഴുകി. തിരുമേനി ചോദിച്ചു, എന്താ കണ്ണാ ഇങ്ങനെ ചോദിക്കണേ? അപ്പോൾ കണ്ണൻ പറഞ്ഞു, അല്ലയോ മേൽശാന്തി, അങ്ങിന്ന് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്റെ കവിളിൽ നിന്ന് ആ പൂവ് നുള്ളിയെടുത്തപ്പോൾ എനിക്ക് എത്ര വേദനിച്ചു എന്നറിയാമോ? ദാ തിരുമേനി നോക്കിക്കേ, എന്റെ കവിളിൽ അങ്ങയുടെ നഖം തട്ടിയപ്പോൾ ചുവന്നു കിടക്കുന്നു. ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട് ട്ടോ. മേൽശാന്തി കണ്ണന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണൻ പറഞ്ഞത് ശരിയാണ്. മുഖമെല്ലാം ചുമന്നിരിക്കുന്നു. അദ്ദേഹം കണ്ണനോട് പറഞ്ഞു, എന്നോട് പൊറുക്കൂ കണ്ണാ, എന്റെ കണ്ണന് ഇത്രയും വേദനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ.
കണ്ണൻ പറഞ്ഞു, തിരുമേനി എന്താ വിചാരിച്ചേ? ഞാൻ വെറും ഒരു കല്ലാണെന്നോ? ഞാൻ വെറും ഒരു അഞ്ജനശില മാത്രമാണെന്ന് അങ്ങ് വിചാരിച്ചുവോ? ഞാൻ അതിലില്ല എന്ന് അങ്ങ് കരുതിയോ? ഇതെല്ലാം കേട്ടപ്പോൾ തിരുമേനി കണ്ണനോട് പറഞ്ഞു, എന്റെ കണ്ണാ, കാർമുകിൽ വർണ്ണ, അടിയനോട് പൊറുക്കണേ, സമസ്ത അപരാധവും പൊറുക്കണേ. എന്റെ കണ്ണാ. തിരുമേനിയുടെ കയ്യിലെ വേദന കൂടിക്കൂടി വന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണൻ തിരുമേനിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എവിടെ? ഞാനൊന്ന് നോക്കട്ടെ തിരുമേനിയുടെ കൈ. എനിക്ക് തിരുമേനിയെ വളരെ ഇഷ്ടമാണ്. പക്ഷേ എന്നെ വേദനിപ്പിച്ചപ്പോൾ ആ വേദനയെക്കുറിച്ച് അങ്ങേക്കും തരാം എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അത്രേയുള്ളൂ, സാരിയില്ല, പേടിക്കേണ്ടാട്ടോ. കണ്ണൻ അങ്ങനെ പറഞ്ഞിട്ട് തന്റെ കുഞ്ഞി കൈ കൊണ്ട് തിരുമേനിയുടെ കൈ തലോടി കൊടുത്തു. വീണ്ടും കണ്ണൻ പറഞ്ഞു, തിരുമേനി, സാരിയില്ലാട്ടോ, ഇപ്പൊ വേദന മാറും. ഇനി എന്നെ ഇങ്ങനെയൊന്നും വേദനിപ്പിക്കരുതട്ടോ എന്നും പറഞ്ഞ് കണ്ണൻ പോയി മറഞ്ഞു. പെട്ടെന്ന് മേൽശാന്തി ഞെട്ടി എഴുന്നേറ്റു. കണ്ണാ, കണ്ണാ എന്ന് വിളിച്ച് ചുറ്റും നോക്കി. പിന്നെ അവിടെയുള്ളവരോട് പറഞ്ഞു, എന്റെ വേദനയൊക്കെ മാറി. ഇത് കേട്ട് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ വന്നു പറഞ്ഞു, വേദന മാറിയല്ലേ? ഞാൻ തന്ന മരുന്ന് ഫലം കണ്ടു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ആ മരുന്നല്ല, എന്റെ കണ്ണനാണ് എന്റെ വേദന മാറ്റിയത്. എന്റെ കണ്ണനാണ് എന്റെ കൈ പിടിച്ചത്. അങ്ങനെയാണ് എന്റെ വേദന മാറിയത്. എന്റെ കണ്ണാ, കരുണാമയനെ, നീ തന്നെ അഭയം, നീ തന്നെ ആശ്രയം. ഇത് കേട്ട് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ ഓടി വന്ന് മേൽശാന്തിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, തിരുമേനി, അങ്ങേക്ക് ഇതിൽ പരം ഭാഗ്യം ഇനി എന്താ കിട്ടാനുള്ളത്? അദ്ദേഹം കണ്ണൻ തലോടിയ ആ കൈ തൊട്ടു തൊഴുതു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ശ്രീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മൾ കൃഷ്ണനായി തന്നെ കാണണം. അതിനെ വെറും ഒരു ശിലയായോ കല്ലായോ കാണരുത്. ഇത് തന്നെയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നതും. നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചാൽ, പൂജിച്ചാൽ, സ്മരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലും ഭാവത്തിലും നിമിത്തങ്ങളായി ഭഗവാൻ നമുക്ക് ദർശനം തരും. അതിനായി ഭക്തിയോടെ, ക്ഷമയോടെ കാത്തിരിക്കുക. ഭക്തിയുടെ പാരമ്യത്തിൽ എത്തി ഭഗവാന്റെ നാമസങ്കീർത്തനം ചൊല്ലി നമുക്ക് ഭഗവാനെ പ്രകീർത്തിക്കാം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശക ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി, നാരായണായ നമ. ഈ ലോകത്ത് എന്തൊക്കെ കാണപ്പെടുന്നുവോ അതൊക്കെ നാരായണന്റെ പ്രതിരൂപമാണ്. എന്തൊക്കെ കേൾക്കപ്പെടുന്നുവോ അതൊക്കെ നാരായണന്റെ നാമകീർത്തനങ്ങളാണ്. എന്തൊക്കെ ചെയ്യപ്പെടുന്നുവോ അതൊക്കെ നാരായണന്റെ പൂജകളാണ്. എന്തിനേറെ, ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാരായണമയം. ഹരിനാരായണന്